ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ചു ആ സ്വപ്നം കാണുകയാണ്. രുക്കുവിനെ ദിലീപ് താലികെട്ടാനായി പോകുമ്പോൾ രുക്കു ആ താലി തട്ടിത്തെറിപ്പിച്ച് എന്റെ കയ്യിലുള്ള ഒരു ടാബ്ലറ്റ് എടുത്ത് വായിലേക്ക് ഇടുകയാണ്. അതോടെ രുക്കു അങ്ങനെ ബോധം കെട്ട് വീഴുകയാണ്. എല്ലാവരും തന്നെ അപ്പോൾ ആകെ ഷോക്കാവുന്നുണ്ട്. ഇതാണ് അച്ചു കാണുന്ന ആ സ്വപ്നം. ഈ സ്വപ്നം കണ്ട് അച്ചു ആകെ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. രുക്കു എന്ന് അലറി വിളിക്കുകയാണ്. അച്ചു അങ്ങനെ അലറി വിളിക്കുന്നത് അർച്ചന കേൾക്കുന്നുണ്ട്. പിന്നീട് അച്ചു ഒന്നും നോക്കാതെ അവിടെ നിന്നും ബൈക്കിന്റെ കീ എടുത്ത് വേഗം തന്നെ രുക്കുവിനെ രക്ഷിക്കാനായി മണ്ഡപത്തിലേക്ക് പോവുകയാണ്. അച്ചു ആകെ വെപ്രാളപ്പെട്ടു പോകുന്നത് കണ്ട് അർച്ചന അച്ചു നീ ഇത് എവിടെയാ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അച്ചു ഒന്നും മിണ്ടാതെ ബൈക്ക് എടുത്ത് പോവുകയാണ്. പിന്നാലെ തന്നെ അച്ചുവിനെ തിരഞ്ഞുകൊണ്ട് അർച്ചനയും പോകുന്നുണ്ട്. പിന്നീട് ആര്യ രുക്കുവിനോട് പറയുന്നുണ്ട് മണി 11 കഴിഞ്ഞു എന്ന്. രുക്കു അപ്പൊ മനസ്സിൽ ടെൻഷനോടെ ചിന്തിക്കുന്നുണ്ട്. ഇനി ആകെ 25 മിനിറ്റ് കൂടിയുള്ളൂ, ഇതിനുള്ളിൽ അച്ചു വന്നില്ലെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് യോട് പറയുന്നുണ്ട് ആര്യ എനിക്ക് നല്ല വെള്ളം ദാഹമുണ്ട്, വിമലേട്ടത്തി ഇനിയും വെള്ളം കൊണ്ടുവന്നിട്ടില്ല, കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിക്കുകയാണ്. ആര്യ അപ്പോൾ തന്നെ വെള്ളമെടുക്കാനായി പോവുകയാണ്. ആ സമയത്ത് രുക്കു പിച്ചു വെച്ച ഒരു കത്തി കയ്യിലെടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാം മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുകയാണ്. അച്ചു തന്നെ കൊണ്ടുപോകാൻ വന്നില്ലെങ്കിൽ താൻ സ്വയം ജീവൻ ഒടുക്കുമെന്ന് രുക്കു തീരുമാനിക്കുകയാണ്. അപ്പോഴേക്കും വിമല ചൂടുവെള്ളം കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിന്നീട് രുക്കു ആ കത്തി മറച്ചു വെക്കുകയാണ്. വിമല വെള്ളം കൊടുന്നു കൊടുക്കുമ്പോൾ രുക്കു ആ വെള്ളം കുടിച്ച് പറയുന്നുണ്ട് ഓ ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായതെന്ന്. പിന്നീട് സത്യം വന്ന് അവിടെ ഇരിക്കുന്ന പൂമാല എടുത്തുകൊണ്ട് പോവുകയാണ്. ആ പൂമാലയ്ക്കിടയിലാണ് രുക്കു കത്തി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പിന്നീട് മണ്ഡപത്തിലിരിക്കുന്ന ദിലീപ് പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ ദിലീപ് പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായി ഒരു കോള് വിളിക്കണം, തന്നെ അത് വിളിക്കണം, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ദിലീപ് അവിടെ നിന്നും ഓടുകയാണ്. ദിലീപ് ബാത്റൂമിലേക്കാണ് ഓടുന്നത്. രോമലും ആ രോമിലെ ഫ്രണ്ട്സും വയറ് കേടാവാനായി ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ട്. അതുവഴിയാണ് ദിലീപിന് അങ്ങനെ സംഭവിക്കുന്നത്. വേഗം തന്നെ ബാത്റൂമിലേക്ക് ഓടുന്നുണ്ട്. എന്നാൽ ജെൻസിന്റെ ടോയ്ലറ്റ് അടച്ചു വെച്ചിരിക്കുകയാണ്. ഒരു നിവൃത്തിയുമില്ലാതെ ദിലീപ് അപ്പോൾ ലേഡീസ് ടോയ്ലറ്റിൽ കയറുന്നുണ്ട്. ആ സമയത്ത് കുട്ടികളാണെങ്കിൽ ആ ബാത്റൂം ലോക്ക് ചെയ്ത് വെക്കുകയാണ്. പിന്നീട് ദിലീപ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ നോക്കുന്നുണ്ടെങ്കിലും അത് ലോക്കായിരിക്കുകയാണ്. അവരെയും കുറെ വിളിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ അങ്ങോട്ട് വരുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ചേച്ചി വരുന്നത്. ആ ചേച്ചി ബാത്റൂം തുറക്കുമ്പോഴേക്കും ദിലീപ് അവിടെ നിന്നും ഓടുകയാണ്. പിന്നീട് മണ്ഡപത്തിലേക്ക് അച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ ബ്ലോക്കും ട്രാഫിക്കും എല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം മറികടന്ന് അച്ചു വരികയാണ്. പിന്നാലെ തന്നെ അർച്ചനയും ഉണ്ട്. പിന്നീട് 11:05 വധുവിനെ കൊണ്ടുവരാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും രുക്കുവിനെ എല്ലാവരും താലെല്ലാം പിടിച്ച് മണ്ഡപത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവരികയാണ്. മണ്ഡപത്തിലിരിക്കുമ്പോഴും അച്ചു വന്നിട്ടുണ്ടോ എന്നാണ് രുക്കു നോക്കുന്നത്. പിന്നീട് വിജയ് ശങ്കർ ചന്ദ്രയോട് പറയുന്നുണ്ട് നിന്റെ ഒരു കണ്ണ് എല്ലായിടത്തും ഉണ്ടാവണമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ ഞാൻ നോക്കുന്നുണ്ടെന്ന്. പിന്നീട് രുക്കു പൂമാലയ്ക്ക് അടിയിലുള്ള ആ കത്തി നോക്കുന്നുണ്ട്. ആരോമലും ഫ്രണ്ട്സുമാണെങ്കിൽ ദിലീപിന് കൊടുത്ത എല്ലാ പണിയും പാളിപ്പോയി എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും അച്ചു വരുമെന്ന് അവർക്കൊരു വിശ്വാസമുണ്ട്. പിന്നീട് വിജയ് ശങ്കറിനോട് തിരുമേനി പറയുന്നുണ്ട് ഈ ആർക്കെങ്കിലും ദക്ഷിണ കൊടുക്കണമെങ്കിൽ വധുവിനെ കൊണ്ട് കൊടുപ്പിച്ചോളൂ എന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട് തിരുമേനി എല്ലാവർക്കും ദക്ഷിണ വീട്ടിൽ വെച്ച് തന്നെ കൊടുത്തതാണ്, ഇനി മുഹൂർത്തത്തിന് 5 മിനിറ്റ് ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നീട് രുക്കു ടെൻഷൻ അടിച്ചുകൊണ്ട് അച്ചുവിനെ അവിടെയെല്ലാം തിരയുന്നുണ്ട്. എന്നാൽ അച്ചുവിനെ കാണാതാവുമ്പോൾ മനസ്സിൽ രുക്കു ചിന്തിക്കുന്നുണ്ട് അച്ചുഞ്ഞി വരില്ല, വേണ്ട വരണ്ട, ഈ വിവാഹ മണ്ഡപം ഇപ്പോൾ രക്തക്കളമാവാൻ പോവുകയാണ്. അങ്ങനെ രുക്കുവിനെ ആര്യം തോൽപ്പിക്കണ്ട എന്ന് പറഞ്ഞ് ആ പൂമാലയ്ക്കടിയിലുള്ള കത്തിയെടുക്കാനായി രുക്കു എഴുന്നേൽക്കുമ്പോഴേക്കും സത്യം വന്ന് ആ പൂമാല രണ്ടും എടുത്ത് പൂമാല വെച്ചിരിക്കുന്ന ആ തട്ട് താഴേക്ക് കൊണ്ടുപോവുകയാണ്. കൂടിയാവുമ്പോൾ രുക്കു അങ്ങനെ തകർന്നങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് തിരുമേനി പറയുന്നുണ്ട് മുഹൂർത്തമായി താലികെട്ട് നടക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് താലിയെടുത്ത് ദിലീപ് രുക്കുവിന്റെ കഴുത്തിൽ കെട്ടാനായി പോകുമ്പോൾ അവർക്കും തന്നെ ഒരുപോലെ സന്തോഷമാവുന്നുണ്ടെങ്കിലും രുക്കു ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. താലി രുക്കുവിന്റെ കഴുത്തിൽ കെട്ടാനായി ദിലീപ് പോകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ചു വരുന്നുണ്ട്. അച്ചുവിനെ കാണുന്നതും രുക്കു അച്ചു അച്ചു എന്ന് പറയുന്നുണ്ട്. എല്ലാവരും തന്നെ അപ്പോൾ ആകെ ഷോക്കായി അച്ചുവിനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് ദിലീപിന്റെ പോലീസുകാരൻ അച്ചുവിനെ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്നും രുക്കു വേഗം എഴുന്നേറ്റ് അച്ചുവിന്റെ അടുത്തേക്ക് പോവാൻ നിൽക്കുകയാണ്. എന്നാൽ വിമലയും ആര്യയും ചന്ദ്രയുമെല്ലാം രുക്കുവിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുകയാണ്. സത്യനും വിജയ് ശങ്കറുമാണെങ്കിൽ അച്ചുവിന്റെ അടുത്തേക്ക് പോയി അച്ചുവിനെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും തന്നെ തല്ലി ചതയ്ക്കുന്നുണ്ട്. ഇത് കണ്ട് രുക്കു സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് അലറി വിളിച്ചു പറയുന്നുണ്ട് അച്ചുവിനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ. അത് ആരും തന്നെ കേൾക്കുന്നില്ല. അച്ചുവിനെ സത്യൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കരഞ്ഞു തളർന്ന് രുക്കു അങ്ങനെ മയങ്ങി വീഴാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചനയും എത്തുന്നുണ്ട്. വീഴാൻ പോകുന്ന അച്ചുവിനെ അർച്ചന താങ്ങി പിടിക്കുന്നുണ്ട്. എന്നിട്ട് വിജയ് ശങ്കറിനോട് പോയി എന്നെ തല്ലാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
എന്നാൽ അർച്ചന കൂടി അങ്ങോട്ട് വരുമ്പോൾ വിജയശങ്കർ തെറ്റിദ്ധരിക്കുകയാണ്. അർച്ചന കൂടി അറിഞ്ഞു വെച്ചാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തതെന്ന് വിജയശങ്കർ പറയുന്നുണ്ട്. പിന്നീട് ബോധം കെട്ട് കിടക്കുന്ന രുക്കുവിന്റെ മുഖത്ത് വെള്ളം തെളിക്കുമ്പോൾ രുക്കു വേഗം തന്നെ എഴുന്നേൽക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരെയും തട്ടിമാറ്റിക്കൊണ്ട് രുക്കു അച്ചുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നാൽ രുക്കുവിനെ വിജയശങ്കർ പിടിച്ചു മാറ്റിയാണ്. പിന്നീട് അർച്ചന അവിടെ നിന്നും അച്ചുവിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അച്ചു അപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ വരില്ല, എനിക്ക് വരാൻ പറ്റില്ലെന്ന് അച്ചു പറയുകയാണ്. മുഹൂർത്തത്തിന്റെ സമയം കഴിയാറായി, താലികെട്ട് നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. വീണ്ടും കൊട്ടും മേളവും തുടങ്ങുന്ന സമയത്ത് വേണ്ട എല്ലാം നിർത്തുന്ന രുക്കു പറയുന്നുണ്ട്. അവരും തന്നെ ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുമ്പോൾ രുക്കു വീണ്ടും പറയുന്നുണ്ട്, ഈ കല്യാണം നടക്കരുത്, ദിലീപ് എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ല, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയുമ്പോ അച്ചുവും അവിടെയുള്ള എല്ലാവരും തന്നെ ഒരുപോലെ ഷോക്കാവുന്നുണ്ട്. അച്ചുവിന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നുണ്ട്. രുക്കു പറയുമ്പോ സത്യം പറയുന്നുണ്ട്, കള്ളം, പച്ച കള്ളമാണിത്, രുക്കു പ്രഗ്നന്റ് ഒന്നല്ല, ഇതെല്ലാം അർച്ചനയുടെ പ്ലാനിങ് ആണ്. സത്യം പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, ഞാൻ ഗർഭിണിയാണ്, അല്ലെങ്കിൽ അച്ചു പറയട്ടെ ഞാൻ ഗർഭിണിയല്ലെന്ന് എന്നൊക്കെ രുക്കു പറയുമ്പോ അച്ചു അങ്ങനെ ഒന്നും മിണ്ടാതെ നിസ്സഹായനായി അങ്ങനെ നിൽക്കുകയാണ്. കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് രുക്കു ഇങ്ങനെയൊരു കള്ളം പറയുന്നത്. എല്ലാം കേട്ട് അങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്ന അർച്ചന അച്ചുവിന്റെ കരണത്തടിക്കുകയാണ്. അർച്ചന അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, ഇതാണ് അച്ചു അന്തസ് എന്ന്. എന്നാൽ എല്ലാവരുടെ മുന്നിൽ ഒന്നും മിണ്ടാതെ അച്ചു അങ്ങനെ നിൽക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.